ദാനിയേൽ 10:12 വചനം ഇങ്ങനെയാണ്: ദാനിയേലേ, എൻ്റെ മുമ്പിൽ എളിമയോടായിരിക്കാൻ തുടങ്ങിയ സമയം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുമിച്ച് പറയാവോ? എൻ്റെ മുമ്പിൽ എളിമയോടെ ആയിരിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്ന പുറകിലെ കാരണം അഹങ്കാരത്തോടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ മുമ്പിൽ എളിമയോടായിരിക്കാൻ തുടങ്ങിയ സമയം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടായിരിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രോസ് എഴുതിയ 1:5 1 പത്രോസ് 5:6 പറയും: കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. എങ്ങനെ നിൽക്കണം? താഴ്മയോടെ നിൽക്കുവിൻ. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അപ്പോൾ കർത്താവ് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ. അവിടെ നിന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ ആരെല്ലാം ആയിരിക്കുന്നു അവരെല്ലാവരുടെ മേൽ കർത്താവ് നല്ല കരങ്ങൾ വയ്ക്കും. ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, രാജകീയമായി പ്രവേശിക്കാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുക്കുന്നത് എല്ലാവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത, ബുദ്ധിയില്ലാത്ത ജീവി എന്നറിയപ്പെടുന്ന ഒരു കഴുതയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ബുദ്ധിയില്ലാത്ത ജീവി, ഭാരം വഹിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ജീവി, അതിനെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. കുതിരയെ, അഹങ്കാരത്തിന് പ്രതീകമായി കുതിരകളെയല്ല കർത്താവ് എടുക്കുന്നത്, ഒരു കഴുതയാണ്. കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ, യേശുവേ ആരാധന. പഴയ നിയമത്തിൽ ദൈവം ജ്ഞാനത്തിന്റെ ഒരു സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിച്ച ഒരു മനുഷ്യനാണ് സോളമൻ രാജാവ്. സോളമനോളം ജ്ഞാനത്തിന് അഭിഷേകം കൊടുത്ത വേറൊരു മനുഷ്യനെ കാണാൻ പറ്റില്ല. അത്രയും ജ്ഞാനത്തിന് അഭിഷേകം ഉണ്ടായിരുന്ന മനുഷ്യൻ. സോളമൻ്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പോലും ആളുകൾ അന്വേഷിച്ചെത്തി എന്നാണ് പറയണത്. അത്രയും ജ്ഞാനം ഉണ്ടായിരുന്ന മനുഷ്യൻ, അത്രയും ജ്ഞാനം ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. അവൻ കർത്താവിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടാണ് സോളമൻ രാജാവ് ഭരിക്കണത്. എന്താ കാരണം? എന്താണ് അതിൻ്റെ കാരണം? 1 കൊരിന്തോസ് 15:33 അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്നു. ഒരുമിച്ച് പറയാമോ? അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്നു. സോളമൻ രാജാവിന് ഒത്തിരിയേറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കളുമായുള്ള ബന്ധം ഒരു പരിധി കഴിഞ്ഞപ്പോൾ, ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് വളർന്നു. ജ്ഞാനത്തിന് അഭിഷേകം കൊടുത്ത, ഇസ്രായേലിന് സിംഹാസനം കൊടുത്ത കർത്താവിനോടുള്ള ബന്ധത്തെക്കാൾ ഉപരി ഈ സുഹൃത്തുക്കളോടുള്ള ബന്ധം വളർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ, അവൻ്റെ കണ്ണുകൾ അന്ധമായിട്ട് മാറി. ദൈവമായുള്ള ബന്ധം മുറിഞ്ഞുപോയി. അതാ പൗലോസ് എങ്ങനെ പറഞ്ഞത്? 1 കൊരിന്തോസ് 15:33 അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ദുർബലപ്പെടുത്തുന്നത് ചില സൗഹൃദങ്ങളായിരിക്കും, ചില ബന്ധങ്ങളായിരിക്കും ചിലപ്പോൾ ദുർബലപ്പെടുത്തുന്നത്, ചില വ്യക്തികളുടെ വാക്കുകളായിരിക്കും ദുർബലപ്പെടുത്തുന്നത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. യുദാസിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ കള എന്ന് പറയുന്നത് അത് അവന്റെ ധനമോഹമായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ ഉപരി ധനത്തോടുള്ള ബന്ധം അവൻ്റെ ഉള്ളിൽ വളരുന്നത് അത് അവൻ അറിഞ്ഞില്ല. കർത്താവ് പലവട്ടം അവന് താക്കീത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ഈ പണത്തോടുള്ള സ്നേഹം, അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിൽ കൂടിക്കൂടി വരണത് ഈ യൂദാസ് ശ്രദ്ധിച്ചില്ല. അവസാനം അവൻ്റെ അപ്പസ്തോല സ്ഥാനം പോലും നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6:10 ഇങ്ങനെ പറയണത്: ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ അനേകം പേര് വിശ്വാസം വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യർത്ഥങ്ങളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനിടയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. യുദാസിന്റെ ആത്മീയ ജീവിതത്തിൽ കള എന്ന് പറയുന്നത് ധനമോഹമായിരുന്നു.
തീർച്ചയായിട്ടും മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ധനം ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. സമ്പത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയാണ്. പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും, ദൈവം ഒരു ദൈവ പൈതലിനെ അനുഗ്രഹിക്കുമ്പോൾ ആ കർത്താവിൻ്റെ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു തലം ആ സാമ്പത്തികമായ തലമാണ്. ദൈവം അബ്രാഹാത്തെ അനുഗ്രഹിച്ചു, അബ്രാഹാം ധനികനായിട്ട് മാറി. ദൈവം ജോബിനെ അനുഗ്രഹിച്ചു, അവൻ ധനികനായിട്ട് മാറി. ദൈവാനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു തലം സാമ്പത്തിക മേഖലയാണ്. പക്ഷേ സാമ്പത്തിക മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ദാനം തരുന്ന ദാതാവിനേക്കാൾ കൂടുതൽ ആ ദാനത്തിലേക്ക് ശ്രദ്ധ മാറുമ്പോൾ പാപമായിട്ട് മാറും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളെ മറന്ന് നമ്മൾ അതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ, കർത്താവിനെ മറന്നു കളയുമ്പോൾ സമ്പത്തും പാപമായിട്ട് മാറും. അങ്ങനെ ജീവിക്കുന്നതിനുള്ളിൽ ഈ സമ്പത്ത് ഒരു കളയായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത്, പണം, ധനമോഹം, അതിനുവേണ്ടി പരക്കം പാച്ചിൽ ഒരു കളയായി കിടപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കർത്താവിനെ സ്നേഹിച്ച മക്കൾ, ഒത്തിരി ദൈവരാജ്യ ശുശ്രൂഷ പോലും ചെയ്ത മക്കൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ തീ നാളത്തെ ചാരമായിട്ട് മാറും. ഇന്നത്തെ തീ നാളത്തെ ചാരമായിട്ട് മാറും. എപ്പോൾ ഈ കള ഉള്ളിക്കയറി കഴിയുമ്പോൾ, ഈ കള വലുതായി കഴിയുമ്പോൾ, ഈ കള ആത്മീയ ജീവനെ ദുർബലപ്പെടുത്തി കഴിയുമ്പോൾ ഇന്നത്തെ തീ നാളത്തെ ചാരമായിട്ട് തീരും. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പൗലോസ് ഒരു ദൈവ ശുശ്രൂഷകനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 4:10 വചനം പൗലോസ് വലിയ നൊമ്പരത്തോടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. തിമോത്തിയോസ് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേവാസനെ വിട്ടുപോയി. ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നു പേരായ മനുഷ്യൻ, ഒരു ദൈവ ശുശ്രൂഷകൻ എന്നെ വിട്ടേച്ചു പോയി. ആരാണ് ഈ ദേമാസ്? എന്തിനാണ് ദേമാസ് പൗലോസിനെ വിട്ടുപോയത്? ദേമാസ് എന്ന് പറഞ്ഞാൽ പൗലോസ് ശ്ലീഹായുടെ കൂടെ ദൈവരാജ ശുശ്രൂഷയിൽ വലങ്കയായി കൂടെ നിന്നൊരു മനുഷ്യനാണ്. പൗലോസിലെ ഓരോ സ്ഥലങ്ങളിലേക്ക് സഭ സ്ഥാപിച്ചു പോകുമ്പോൾ പൗലോസ് ശ്ലീഹായുടെ കൂടെ വചനം പ്രസംഗിക്കാനും പൗലോസ് ശ്ലീഹായെ സഹായിക്കാനും ദൈവരാജ ശുശ്രൂഷ ക്രമപ്പെടുത്താൻ കൂടെ നിന്നിരുന്ന മനുഷ്യനെ ഈ ദേമാസ്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ദേമാസ് ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ഈ ദൈവരാജ ശുശ്രൂഷ പോലും വേണ്ടെന്ന് വെച്ച് ഇനി പൗലോസ് വേണ്ട, ദൈവവചനം വേണ്ട, കർത്താവ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിട്ടേച്ചു പോയി, ഉപേക്ഷിച്ചു പോയി. ഇന്നത്തെ തീ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ചാരമായിട്ട് തീരും. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഈ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ട് പൗലോസ് ചെയ്ത കാര്യം എന്താ അറിയാമോ? 1 കൊരിന്തോസ് 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറയാമോ? മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ഇതാരാ പറയണത്? പൗലോസ്യ പറയണത്. സ്വർഗത്തിന്റെ അടിത്തട്ട് വരെ ഉയർന്ന, ആത്മാവിൽ ഉയർന്ന മനുഷ്യൻ, അത്രമാത്രം ദൈവിക ദർശനങ്ങൾ, വെളിപാടുകൾ കിട്ടിയ മനുഷ്യൻ, അത്രമാത്രം കർത്താവ് ഉപയോഗിച്ച മനുഷ്യൻ. പൗലോസ് പറയും, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുകയാണ്. പൗലോസ് പോലും ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം. ഇത്രമാത്രം പ്രാർത്ഥിച്ച ഞാൻ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഞാൻ, ഇത്രമാത്രം വചനം വായിക്കുന്ന ഞാൻ, ഇത്രമാത്രം ജപമാല ചൊല്ലുന്ന ഞാൻ, തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തണം. എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കണം. കളകൾ വളരുന്നുണ്ടോ നോക്കി എത്രമാത്രം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, യേശുവേ ആരാധന. പൗലോസ് പോലെ ഇത്രമാത്രം ശ്രദ്ധ കൊടുത്തെങ്കിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. ആത്മീയ ജീവിതം ഒരു ജാഗ്രത ആവശ്യമാണ്, ഒരു ജാഗ്രത ആവശ്യമാണ്. സുഭാഷിതം 4:23 നമ്മൾ നേരത്തെ കേട്ട വചനമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് പുറപ്പെടുന്നത്. ജീവന്റെ ഉറവകളെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ കളകൾ കയറി വേര് പിടിച്ച് കിടപ്പുണ്ടോ എന്ന് നമ്മൾ നിരന്തരം പരിശോധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന.